ഹായ്, മറുനാടൻ മലയാളിയുടെ ഡുവൽ ഫാദർ സിൻഡ്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഡുവൽ ഫാദർ സിൻഡ്രം ഉള്ള അയാളെ പണ്ടേ എനിക്ക് അറിയാവുന്ന അറിയണം, അയാൾ ഇങ്ങനെ ചെയ്യണം. ഇത് ഇയാൾക്കുള്ള ലാഭം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്യാവശ്യം വ്യൂ പോയിട്ടുന്നുണ്ട്, ഈ ഒരു വിഷയത്തിൽ വ്യൂ പോകുന്നുണ്ട്, അതായിരിക്കാം ഉദ്ദേശ ലക്ഷ്യം. ആ പെൺകുട്ടിയുടെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇത്രയധികം വാർത്തയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ടാലന്റ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ടാലന്റ് നിർബന്ധമാണ് ആണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് വരത്തില്ല. ആദ്യം ഒരു കൺഫ്യൂഷനാണ് പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. കനാനായ സഭയിലെ ഒരു പെൺകുട്ടി എന്ന് പറയുക, പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് അയാൾ പബ്ലിഷ് ചെയ്തത്. പക്ഷെ മുഖം ബ്ലർ ചെയ്തിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവരിലേക്കും എത്തും. അതൊരു ചെറിയ സമൂഹമാണ്, അവരൊരു പ്രത്യേക വിഭാഗക്കാരാണ്. എന്താണ് അവന്റെ പ്രോഫിറ്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ചെയ്തത് വെറും തോന്നിവാസമാണ്. ഇപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വീണ്ടും ഒരു വോയിസ് കൊണ്ടുവന്ന് പുള്ളിക്കാരൻ അതിനൊന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയുടെ അതേപോലെ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആ പയ്യൻ തന്നെയാണ് കുഴപ്പം. കാരണം അവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്വത്ത് തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി പെണ്ണിന് കഴിവില്ലെന്നോ പെണ്ണ് ട്രാൻസ് ആണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകൊച്ചിനെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഇതിലാണ് അവൻ നിൽക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ എന്തായാലും ഇവൻ കംപ്ലൈൻറ്റ് ചെയ്തു, അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നും അവർ ട്രാൻസ് ആണെന്നും ഒക്കെ അവൻ കംപ്ലൈൻറ്റ് ചെയ്തു എന്നൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ മറുനാടൻ പറഞ്ഞത്. ഇപ്പോഴത്തെ വീഡിയോയിൽ നേരെ വിപരീതമാണ് പറഞ്ഞത്. നമ്മളെന്തായാലും അത്രയൊന്നും എടുക്കുന്നില്ല. പകരം അവൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അവൻ അങ്ങനെ പറയുന്നു. ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണാ. ഇതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാ. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമരുന്നും എല്ലാ സ്വഭാവം ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ ഐത്തലിൽ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാ. ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും പ്രൂഫിലും കാണുകയും അങ്ങനെ മയക്കുമരുന്നിന് അടിമയുള്ളവനാ. അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല, പെണ്ണ് ഇതാന്നൊക്കെ പറഞ്ഞ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല. പെണ്ണിന് തള്ളയുമില്ല. തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ. അത് ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ്. അവിടെ തള്ളയുണ്ട്. ഇങ്ങനെ എനിക്ക് എന്തുവരെ കേസ് കൊടുത്തവര്. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചവനെ കെട്ടിയച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്ന്. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ വന്നത്. ഇതാ പെൺകുട്ടി അറിയാവുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖയാണ്. അവർ ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. അതായത് പെൺകുട്ടി അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും ഒക്കെ ഇങ്ങനെ തന്നെ പറയുന്നു. അതേസമയം ഈ യുവാവ് മനഃപൂർവ്വം ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ അവരുടെ ഭാഗമില്ലായിരുന്നു. കൂടെ കണ്ടതൊന്നും പോലും ഒന്നുമല്ല. എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജിന് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാല് അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവർ ഭാഗത്ത് തെറ്റോ കുറ്റോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവളുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസസ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. ഇത് ആരുടെ ശബ്ദമാണെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ്റെ. ഇയാളാണ് ഇതിനകത്ത് അത്ര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അവൻ പറയുന്ന ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പല പെൺകുട്ടികൾക്ക് ഇങ്ങനെ അപകടം വന്നിട്ട് ഇപ്പോൾ റീസെൻ്റ് 2-3 വിവാഹം ഇങ്ങനെ പാളിച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മെനിയാന്ന് സംഭവിച്ചില്ല ഒരു കുട്ടി, മലപ്പുറം. അവിടെ സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. അവളെ കൊണ്ട് കൊള്ളത്തില്ല, അവളുടെ സൗന്ദര്യം ശരിയല്ല, അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് ഒരു കറുപ്പാണെന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയും, അവൾക്കും ഇതിൻ്റെ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾക്കൊക്കെ ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം ഇവന്മാരുടെ വൾഗറായിട്ടുള്ള ഈ സെക്സ് പോൺ സൈറ്റ് കാണുക എന്നുള്ളതാണ്. അതിനകത്ത് അറിയാമല്ലോ, അത് ആണ് കണ്ടാലും പെണ്ണ് കണ്ടാലും പ്രശ്നമാണ്. പോൺ സൈറ്റിലൊക്കെ വരുന്ന വൾഗർ വീഡിയോസിലൊക്കെ തന്നെ പല രീതിയിലുള്ള, അതായത് കട്ട് എഡിറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ലോങ് ടൈം പൊസിഷനൊക്കെ ആണുങ്ങൾ കാണിക്കും. അത് കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് കുറഞ്ഞവരൊക്കെ കാണുമ്പോൾ ഇത് അങ്ങനെയല്ല, അത് അതങ്ങനെയാണെന്നൊക്കെ തോന്നും. പിന്നെ ആണുങ്ങൾക്കാണ് കൂടുതൽ ഇത്. അതിനകത്തുള്ളവരൊക്കെ നല്ല കളർഫുൾ, മൊത്തത്തിലാകെ മൊത്തം നല്ല ഇതൊക്കെ ഇട്ടിട്ടുള്ള ഇതായിരിക്കും. ബോഡിയൊക്കെ അത്രയും ഷേപ്പിഡ്, കാണാനൊക്കെ ഭംഗി, ഭയങ്കര ചന്തമായിരിക്കും. ഇപ്പോൾ അല്പം അര കുറേയൊക്കെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ
ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവന്മാരുണ്ടാവും. പിന്നെ കറുപ്പിനെയൊക്കെയാണല്ലോ കഴിഞ്ഞ 2 പെൺകുട്ടികളും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. ഇയാൾ ഇത് അനാവശ്യമായിട്ട് ഈ പ്രശ്നം കുത്തിപ്പൊക്കി ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. പക്ഷേ ഇത് ഒരു സീരിയസ് സബ്ജക്റ്റ് ആയിരുന്നു. അത് അങ്ങുമില്ല ഇങ്ങുമില്ല എങ്ങുമില്ലാതാക്കി നശിപ്പിച്ചു നാരാങ്കല്ലാക്കി എന്നാണ് മനസ്സിലായത്. കണ്ടത് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം അവരുടെ ഡ്രസ് കോഡിൽ തന്നെ മനസ്സിലാവും. മാത്രമല്ല ക്രിസ്ത്യൻ വിവാഹങ്ങളെല്ലാം തന്നെ 1 മാസം മുമ്പേ അവർക്ക് തമ്മിൽ സംസാരിക്കാനും ഇടപഴകാനുള്ള അവസരങ്ങൾ ഒപ്പിച്ചു കൊടുക്കും. അവർക്കങ്ങനെ സ്റ്റഡീസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഒരു വിവാഹം. അവർക്ക് വിവാഹമോചനം ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ഇവൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് അവളെ ഒപ്പിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീട്ടിലിക്കാരനൊക്കെയാണ് കുടുംബത്തിൻ്റെ മാനം, കനാനായ സഭയുടെ നിയമങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ മാനദണ്ഡമാവുമെങ്കിൽ അധികം വൈകാതെ ഈ പെൺകുട്ടിയും മരണപ്പെട്ടു എന്ന് നമുക്ക് കേൾക്കാം. ഒന്ന് സൂയിസൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ തല്ലി കൊന്നതായിരിക്കും. എന്ത് തന്നെ ആയാലും അതാണ് സംഭവിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ മിക്കവാറും കോംപ്രമൈസിനായിരിക്കും ഫാദേഴ്സൊക്കെ ശ്രമിക്കുക. കാരണം സെക്സ് അല്ലേ, അത് പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ആയിരിക്കും ഇനി അടുത്ത കണ്ടുപിടുത്തമൊക്കെ. ഏകദേശം ഇപ്പം ഇടയ്ക്കൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ല, പിന്നെ ആസിഫ് അലി അഭിനയിച്ച സിനിമ. അങ്ങനെയൊക്കെ ഉള്ള വൈകൃതങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അവനെ കൗൺസിലിങ്ങിനൊക്കെ ഇട്ട് സോൾവ് ചെയ്യാമെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അതിന് മേളിൽ അവനൊരു ക്രിമിനലാണ്. അവൻ അത്ര മോശമായിട്ട് അവളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. നാളെ കല്യാണം കഴിയുന്നത് മാത്രമല്ലല്ലോ, വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരും. നമ്മൾ പഴയ നമ്മളെ ആയിരിക്കത്തില്ല. ഇൻക്ലൂഡിങ് നമ്മുടെ വജൈന പോലും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് പറയാനുള്ള വായ ഉണ്ടായിരിക്കണം. അവരും അന്നത്തെ പോലെ അല്ലല്ലോ. പിന്നെ അങ്ങനെ കീപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്നിരുന്നാലും ആണുങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ ശരീരത്തിലെ ഘടന മാറ്റങ്ങൾ പ്രസവം മൂലമൊക്കെ നമുക്കുണ്ടാകാറുണ്ട്. കുറച്ച് വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലാതെയും മാറും. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു കളറും ഷേപ്പും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വിവാഹം കഴിക്കുന്നവൻ ലൈഫ് ലോങ് നമുക്കപ്പോൾ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു വല്ലാത്തൊരു ഹൊറിബിൾ ലൈഫായിരിക്കും. ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ നമ്മുടെ മനസ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനൊന്നും ഒരു വാല്യൂം കൊടുക്കാത്ത ഒരുത്തരൊപ്പം ജീവിക്കുന്നതിലും ഭേദം അങ്ങനെ ഒരു ജീവിതം ഇല്ലാതിരിക്കുന്നതായിരിക്കും വൃത്തി. ഏതായാലും ഈ വീഡിയോ ഇപ്പോൾ അയാൾ പെട്ടെന്ന് പബ്ലിഷ് ചെയ്ത് നന്നായി. അല്ലെങ്കിൽ ഇതിങ്ങനെ റൂമറായിട്ട് കിടന്ന ആ കൊച്ചിനെ ട്രാൻസ് ആക്കി എന്തിനാണ്? ഇപ്പോൾ ട്രാൻസ് ആവുന്ന കുറ്റമൊന്നല്ല ഞാൻ പറയണത്. പറ്റില്ല, അനാവശ്യമായിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേരുണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയും ചിലവാക്കി എൻ്റെ കാറ്ററിങ്ങിൻ്റെ പൈസ കൊടുത്തിട്ടില്ലെന്നോ ഒരുപാട് കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ആകെ മറുനാടൻ മലയാളിയിൽ വന്ന വാർത്തയാണ്. ഞാനത് എടുത്തു. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനകത്ത് എടുത്തു വയ്ക്കാൻ. മാത്രമല്ല എനിക്ക് മറുനാടൻ മലയാളി ചെയ്ത് ഈ പ്രവൃത്തിയോട് തീർത്ത് യോജിപ്പില്ല. കാരണം അനാവശ്യമായിട്ട് പുള്ളി ഒരു ഇമ്പാക്റ്റ് കൊടുത്തു, അത് ആൾക്കാരെടുത്തു. അപ്പോഴെങ്കിലും എത്രയും വേഗം ഇതിന് സ്പീഡായിട്ട് തന്നെ അതിനൊരു ആൻസർ ഇടണമെന്ന് പുള്ളിക്ക് തോന്നണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേറ്റായി പെട്ടെന്ന് മനസ്സിലായി പണി വാളും കേസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് എടുപിടിയെന്ന് വന്നത്. അല്ലെങ്കിൽ മറ്റത് കുറച്ച് ദിവസം കിടക്കട്ടെ എന്ന് അയാൾ വിചാരിക്കും. ഇത് തന്നെ ഒരു 4-5 വീഡിയോ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയാണ്. ആരുടെയെങ്കിലും ചോര കൊണ്ട് തിന്നാം എന്ന് വിചാരിക്കുന്നവന്മാർക്ക് ഇതുപോലെ ഫേക്ക് ന്യൂസുകൾ ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് മറുനാടൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ നല്ല ന്യൂസുകളൊക്കെയാണ് പബ്ലിഷിന് കൊടുക്കുന്നതെന്നോ, അതുകൊണ്ടാണ് ഇത്രയധികം കേസൊക്കെ വരുന്നത്. അല്ലയോ പബ്ലിഷിന് നല്ല ന്യൂക്കാണ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് തലയ്ക്ക് ഓളമാണ് അയാൾക്ക്. അത്രയേ ഉള്ളൂ. സ്വന്തം അയാൾക്കൊരു മകളുണ്ട്. നാളെ ആ കുഞ്ഞിനും ഇതുപോലത്തെ ഒരു അവസരം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കും. അല്ലാത്തവനെങ്കിൽ അത് മനസ്സിലാകത്തില്ല. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണം നമ്മൾ നാണം കെട്ടും പണം ഉണ്ടാക്കിയിട്ട് നാണക്കേടാ പണം തീർക്കും എന്നുള്ളൊരു സ്വഭാവമാണ് അയാൾ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ട് എത്തിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഒരല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ഇമാതിരി പോക്കൃത്തരത്തിനൊന്നും കൂട്ടു നിൽക്കത്തില്ല എന്നാണ്. ആ പെൺകുട്ടിയുടെ കാര്യം എന്താണോ എങ്ങനെ സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. വിവാഹവും അതിനോടനുബന്ധിച്ചുള്ള ചെലവുകൾ, നാണക്കേട്, പിന്നെയും അവനിൽ നിന്നൊരു മോചനം. ബിഷപ്പൊക്കെ സമ്മതിച്ചാലേ ഇനി അവർക്ക് മോചനമൊക്കെ ഉള്ളൂ. എനിക്ക് ഇവിടെ സഹായിക്കാൻ വന്ന ചേച്ചിയുടെ മകൾക്ക് ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ വാങ്ങിയെടുക്കാൻ നല്ല കഷ്ടപ്പെട്ടു എന്നാണ് കേട്ടത്. അതായത് ക്രിസ്ത്യൻസിൽ വിവാഹ നിയമം ഭയങ്കര ശക്തമാണ്, മോചനം അത്ര ഈസി അല്ല. അപ്പം അതിനി എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും പെൺകുട്ടികൾക്കൊരു ഇത് പറയുന്നുണ്ട്, വിവാഹത്തോടു കൂടി നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഒരു കാരണവശാലുമല്ല. അത് നമ്മളുടെ ലൈഫിലൊരു ടേൺ പോയിന്റ്, അത്രയേ ഉള്ളൂ. അവിടെ അമ്മക്കതൊരു പാളീച്ച വന്നെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അത് ഷോ മസ്റ്റ് ഗോ ഓൺ, അത്രയേ ഉള്ളൂ. നിങ്ങളെന്ന വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു ബന്ധങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ നിൽക്കരുത്. സമൂഹത്തിന് വേണ്ടി ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളാണ് പെയിൻ അനുഭവിക്കുന്നതും നിങ്ങളാണ് സുഖം അനുഭവിക്കുന്നതും നിങ്ങളാണ് കഷ്ടപ്പെടുന്നതും. അപ്പം നിങ്ങൾക്കത് വേണം, സുഖം വേണമോ കഷ്ടപ്പാട് വേണമോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളത്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അനുഭവിക്കുകയല്ല, വേറെ വഴിയില്ലല്ലോ. താങ്ക് യു.